ഇന്ന് സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ഏത് ഒരു കാര്യവും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഗൾഫ് നാടുകളിലോ കേരളത്തിലോ തന്നെ വളരെ കാലം കഷ്ടപ്പെട്ട് എളിയ നിലയിൽ നിന്ന് വളർന്നു വന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ചിരകാലാഭിലാഷമായ ഒരു വീട് വെച്ചിട്ട് അയാൾ ഫേസ്ബുക്കിൽ ഞാൻ പണിത വീട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻറ്റ് എന്തായിരിക്കും എന്നറിയോ? എന്തായിരിക്കും? അതിന് ഞാനെന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും നല്ല കാര്യത്തിന് അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ വായിച്ചാൽ പിന്നെ നമ്മൾക്ക് ആ ദിവസം നിരാശയോടെ അല്ലാതെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ പൊതുസമൂഹം ടോട്ടലി നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്ന, ഏതാണ്ടൊക്കെ പണ്ടും അങ്ങനെ ആയിരുന്നെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ഉള്ളിൽ തന്നെ ആ നെഗറ്റിവിറ്റി സൂക്ഷിച്ചിരുന്ന കാലത്ത് നിന്ന് നെഗറ്റിവിറ്റി സമൂഹത്തിലേക്ക് മുഴുവൻ വർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. ഏത് സംരംഭം നമ്മുടെ നാട്ടിൽ ആരംഭിക്കുമ്പോഴും നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം അനുസരിച്ച് അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും. ആ കുഴപ്പം കണ്ടുപിടിച്ചേ ഞാൻ അടങ്ങൂ എന്ന് വാശിയോടെ ആ പ്രസ്ഥാനത്തെ വിമർശിച്ച് പുറകെ നടക്കുന്നവരായിരിക്കും നമ്മുടെ പൊതുസമൂഹം.